ഇടുക്കി ആനച്ചാൽ സ്വദേശിയായിട്ടുള്ള ആൽബിൻ ഷിൻഡോയെ കഴിഞ്ഞ ദിവസമാണ് ലാത്വിയയിൽ കാണാതായത്. അവിടെ തടാകത്തിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെടുകയായിരുന്നു. 2 മണിക്കൂർ മാത്രമാണ് അവിടെ തിരച്ചിൽ നടന്നത്. ഇപ്പോഴും ചെറുപ്പക്കാരൻ വിദ്യാർത്ഥി എവിടെയാണ് എന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരം ഈ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. അവിടെ തിരച്ചിൽ നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും കാര്യക്ഷമമായിട്ടുള്ള തിരച്ചിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് കുടുംബം വിശ്വസിക്കുന്നത്. എപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്? വ്യാഴാഴ്ച രാത്രിയിൽ തന്നെ ഞങ്ങൾ വിവരം അറിഞ്ഞു. അത് കഴിഞ്ഞ് അവിടെയുള്ള മലയാളീസിനെ എല്ലാം ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അവര് തെരച്ചിൽ തുടങ്ങിയെന്ന് പറഞ്ഞെങ്കിലും പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ അറിയുന്നത് 2 മണിക്കൂർ കൊണ്ട് തന്നെ തെരച്ചിൽ അവസാനിപ്പിച്ചു. ലോക്കൽ അതോറിറ്റീസ് അവിടെ വീക്കെൻഡ് ഹോളിഡേയ്സിന്റെ പേരും പറഞ്ഞ് ഇനി തിങ്കളാഴ്ചയേ ഉള്ളൂ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവര് നിർബന്ധമായിട്ട് ഞങ്ങളോട് പറഞ്ഞത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി വഴി ബന്ധപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എംബസിയിൽ നിന്ന് നിർദ്ദേശം പോയി വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് അവർ പറഞ്ഞത്. അതനുസരിച്ച് ഞങ്ങളുടെ അപേക്ഷ ഇതാണ്: കേന്ദ്ര ഗവൺമെന്റിലെ എക്സ്റ്റേണൽ അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഉണർന്ന് പ്രവർത്തിച്ച് ഞങ്ങൾക്ക് വേണ്ടതായ നിർദ്ദേശങ്ങൾ എംബസിക്ക് നൽകിക്കൊണ്ട് ഇന്ന് തന്നെ വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കാനുള്ള നിർദ്ദേശങ്ങൾ അവിടെ കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ. നിങ്ങൾ എംബസിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു? എംബസിയിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ ഞങ്ങളെ വിളിച്ചിരുന്നു. അത് അവിടെയുള്ള ഒരു മലയാളി വ്യക്തി അവിടെ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുത്തതിന്റെ പേരിൽ, ഞങ്ങളുടെ നമ്പർ കൊടുത്തതിന്റെ പേരിൽ വിളിച്ചതാണ്. അവരും പറഞ്ഞത് അവിടെ വീക്കെൻഡ് ഹോളിഡേയ്സ് ആണ്, മൺഡേ മാത്രമേ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പക്ഷേ അവിടെയുള്ള മലയാളി സമൂഹത്തിൽ ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് നിർദ്ദേശം വന്നാൽ ഹോളിഡേയ്സ് ഒന്നും പ്രശ്നമല്ല, എപ്പോൾ വേണമെങ്കിലും ലോക്കൽ അതോറിറ്റീസിന് ഉണർന്ന് പ്രവർത്തിക്കാം, അവർ വേണ്ടത് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് ആവശ്യമായ നിർദ്ദേശം കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ. നിങ്ങളുടെ സ്വന്തം നിലയിൽ ആരെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു? കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് വിദേശകാര്യമന്ത്രി, സഹമന്ത്രിയൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു? ഞങ്ങള് ജോർജ് കുര്യൻ സാറും സുരേഷ് ഗോപി സാറിന്റെ ഓഫീസുകളിൽ വിവരങ്ങൾ അറിയിക്കുകയും അവിടെ നിന്ന് റെസ്പോൺസ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് കാര്യമായിട്ട് തന്നെ ഈ കാര്യം എടുത്ത് അദ്ദേഹം ഒരു ലെറ്റർ തന്നെ തയ്യാറാക്കി ജയശങ്കർ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കോപ്പി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ഗവൺമെന്റിൽ നിന്നും ഇത്രയൊക്കെ സപ്പോർട്ട് നമുക്ക് നന്നായി തന്നെ തന്നിട്ടുണ്ട്. വീണ്ടും അല്പം കൂടെ ഊർജിതപ്പെടുത്താൻ വേണ്ട സഹായം വീണ്ടും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എത്ര നാൾ മുമ്പാണ് ആൽബിൻ പോയത്? 8 മാസത്തോളമായി അവിടെ പഠിക്കുന്ന കുട്ടിയാണ്. മറൈൻ കോഴ്സാണ് പഠിക്കുന്നത്. നന്നായി നീന്തൽ അറിയാവുന്ന കുട്ടിയാണ്. എന്താ സംഭവിച്ചെന്ന് വല്ലതും പറഞ്ഞോ? ഒരു 3-4 കുട്ടികൾ ഒന്നിച്ച് നീന്തുമ്പോൾ ഇവൻ പുറകെ ആയിപ്പോയി. എന്നിട്ട് കൈകാൽ കുഴഞ്ഞ് താഴ്ന്ന കണ്ടുകൊണ്ട് മറ്റു കുട്ടികൾ തിരിച്ചു വന്ന് രക്ഷപ്പെടുത്താൻ നോക്കിയെങ്കിലും സാധിച്ചില്ല എന്നാണ് പറയുന്നത്. മറ്റു കുട്ടികൾ മുങ്ങിപ്പോകാതെ അവരെ ഏതോ ഒരു ഫിഷിംഗ് ബോട്ട് വന്നാണ് രക്ഷപ്പെടുത്തിയത്. ആൽബിൻ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയാണ് ഈ അവസാന ഘട്ടത്തിലും ഈ കുടുംബത്തിനുള്ളത്. ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് വിദേശകാര്യ മന്ത്രാലയവും അതോടൊപ്പം തന്നെ നയതന്ത്ര തലത്തിലും ഉള്ള സമ്മർദ്ദം വേണം ഇനി തിരച്ചിൽ പുനരാരംഭിക്കാൻ. അതിനുള്ള ശ്രമവും അതിനുള്ള ഇടപെടലുമാണ് ആവശ്യം. ആനച്ചാലിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.